അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഇൻഫ്ലേഷൻ കാരണം ഉണ്ടാകുന്ന എഫക്ട്സുകളാണ്. അതിൽ ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസസ് റൈസ് ചെയ്യും. അതായത് ഓരോ കമ്പനിക്കാരും ഓരോ ഓരോ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതിനോട് എന്ത് സംഭവിക്കും? ഹയർ വേജസും ആയിരിക്കും. അത് വർക്കേഴ്സിന്റെ വേജസും കൂടും. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഗോ അപ്പ്. അതായത് RBI എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടും. അങ്ങനെ ആളുകളിലേക്ക് കുറെ പൈസ എത്തിക്കും. അതായത് ആളുകളുടെ കൈകളിലേക്ക് കുറെ പൈസ വരും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡെപ്റ്റ് ഈസ് ചീപ്പർ. അതായത് ഇപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടി കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ റീപേ ചെയ്യുന്ന ഡെപ്റ്റ് എമൗണ്ട് ഭയങ്കര വാല്യൂ കുറവുള്ള എമൗണ്ട് ആയിരിക്കും. വാല്യൂലെസ് ആയിട്ട് മാറും. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ US അങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് US എക്സാമ്പിൾ ആണ്. അവിടെ ഡെപ്റ്റ് ഒക്കെ ഭയങ്കര ചീപ്പറാണ്. കാരണം വെച്ചാൽ അവിടെ ഇൻഫ്ലേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചടക്കുന്ന എമൗണ്ടിന്റെ വാല്യൂ എന്താണ്? ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് കൂടുതലും ഇൻഫ്ലേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് സേവിങ് ഇസ് ഡിറ്റേർഡ് എന്ന്. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ആളുകളിലേക്ക് പൈസ കുറെ എത്തും. അപ്പോൾ അത് പറയുമ്പോൾ വാല്യൂ കുറയുള്ള, അതായത് ഇപ്പോൾ ഓരോ അക്കൗണ്ടിലും കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ കുറവുള്ള എമൗണ്ട് ആയിരിക്കും ഇത് ഇൻഫ്ലേഷൻ നടക്കുമ്പോൾ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ നോക്കും? അത് മാക്സിമം സ്പെൻഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഓക്കെ, അതാണ് 4 എഫക്ട്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണ മെത്തേഡ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി മെഷേഴ്സ് ആണ്. അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? RBI അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇറ്റ് ഈസ് എയിംസ് അറ്റ് റെഗുലേറ്റിംഗ് ദ ഓവറോൾ വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. അതായത് ബാങ്ക് ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺട്രോൾ മെഷേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ബാങ്ക് റേറ്റ് ആണ്. ബാങ്ക് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി പ്രൊവൈഡ്സ് എ ലോൺ ടു ദി കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദി കൺട്രി. അതായത് സെൻട്രൽ ബാങ്കിന് കമേഴ്ഷ്യൽ ബാങ്കിലേക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും മിനിമം റേറ്റ്, ലോൺ കൊടുക്കാൻ പറ്റാവുന്ന മിനിമം റേറ്റ് ആണ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ജനുവരി 2022 അനുസരിച്ച് 6.25 ആണ്. ഇനി റിസർവ് റേഷ്യോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഓരോ കമേഴ്ഷ്യൽ ബാങ്കും എന്ത് ചെയ്യണം? ഒരു കുറച്ച് എമൗണ്ട് എന്തായിട്ട് വെക്കണം? റിസർവ് ആയിട്ട് എവിടെ വെക്കണം? നമ്മുടെ സെൻട്രൽ ബാങ്കിൽ വെക്കണം. അപ്പോൾ അത് 2 ടൈപ്പ് റിസർവ് റേഷ്യോസ് ഉണ്ട്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ക്യാഷ് ബാലൻസ്, അതായത് ഓരോ കമേഴ്ഷ്യൽ ബാങ്കും ഇത്ര ക്യാഷ് ബാലൻസ് RBI വെക്കണം നിർബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ CRR, ക്യാഷ് റിസർവ് റേഷ്യോ കുറയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ക്രെഡിറ്റ് കൂടും. അല്ലെങ്കിൽ CRR ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ഡിക്രീസ് ആവും. അതുപോലെ തന്നെ CRR ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റും CRR ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ഡിക്രീസ് ആവും. CRR ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ഇൻക്രീസ് ആവും. ഓക്കെ, ഇപ്പോഴത്തെ CRRന്റെ റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ക്യാഷ് ബാലൻസ് ആയിരുന്നു. ഇവിടെ എന്തും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഓരോ കമേഴ്ഷ്യൽ ബാങ്കും റിസർവ് ബാങ്കിൽ ഒരു പെർസെൻറ്റേജ് റിസർവ്സ് അവിടെ റിസർവ് ആയിട്ട് വെക്കണം. അത് എങ്ങനെയൊക്കെ? ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിരിക്കാം. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് SLR റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഇറ്റ് മീൻസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. അതായത് ഈ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കിന് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഒരു സംഭവമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അത് റിപ്പോ റേറ്റും ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റും ഉണ്ട്. റിപ്പോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു ദ ബാങ്ക്സ് ഫോർ എ ഷോർട്ട് ടേം. അത് RBI ഓരോ ബാങ്ക്സിനും ലെൻഡ് ചെയ്യുന്ന മണിയുടെ ആ റേറ്റിന് വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ബോറോയിങ് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം ബാങ്ക്സ്. RBI എന്ത് ചെയ്യും? തിരിച്ച് ബാങ്കിൽ നിന്ന് മണി ബോറോ ചെയ്യും. ആ ഒരു റേറ്റിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റിന്റെ വാല്യൂ 4%, റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ വാല്യൂ 3.35% ആയിരിക്കും. ഓക്കെ,